ശംസു സുധാര ഇവിടെ എത്തിയ എവിടെ പോയാലുണ്ടല്ലോ ഈ കുരുപ്പുകള് പുട്ടിലിട്ട് തേങ്ങമാതിരി. കണ്ണാട്ടാ, നമുക്ക് എങ്ങനെങ്കിലും ഇവരെ കാട്ടി മുമ്പിൽ അക്കരെത്തണം. അക്കരത്തേൽ എന്തായാലും പെണ്ണുറപ്പാ. അനങ്ങി നിൽക്കാണ്ട് വേഗം വാ, നമുക്ക് എന്തായാലും ആക്കാം. ഗോപിയെ വരുന്നുണ്ടായിട്ടിങ്ങ. എന്താ സുധാര വിദ്യേ കേറിന്നോ. സുധേട്ടാ ഇതേ നമുക്കേ 2 മണിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അക്കരെ പോയിട്ട് വരാട്ടാ. ശരിയാവല്ലോ സുധാര, ഞങ്ങൾക്കും പോയിട്ട് എന്തെല്ലോ പണിയുണ്ട് അല്ലേ. ഒരു പാലോട്ട അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വേണ്ടപ്പാ അല്ലേ? അതെയാ, എന്നാ പിന്നെ പാലം വരട്ട് എന്നിട്ട് നോക്കാം. പിന്നെ അല്ല നമുക്കിട്ടുണ്ടാക്കുന്നു. അല്ല വിദ്യ, ഇയാളെന്താ വേക്കോട്ടാതോ ഇന്ന് അവിടെ എത്തുന്നില്ല. ഹലോ, എപ്പോ ഓനെ ഉറപ്പുണ്ടോ? അത് ശരി. പിന്നെ നമ്മളെന്തിനാ ഇവിടെ ജീവിക്കുന്നത്? അല്ലല്ല, നിങ്ങൾ ഫോൺ വെച്ചോ. ഓന്റെ കാര്യം ഞാൻ തീരുമാനാക്കാം. നിങ്ങൾ കണ്ട കണ്ണാ, നീലടപെടരുത്. ഇവപ്പ ചെയ്ത പണി നീ പെട്ടക്കല സുധാര, നമുക്ക് പരിഹരിക്കാന്ന്. ബാലേട്ടാ, ഇവനൊക്കെ നമ്മൾ സ്വന്തം അനിയനെ പോലെ കണ്ടത്. ഈ നായിനെ അല്ലേ? ഓ എന്ത് പണിയാക്കിണ്ടെങ്കിലും നമ്മളെ മുന്നിൽ നായിനെ തല്ലമാരി തല്ലാൻ സമ്മതിക്കലും സുധാര. ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അക്കരത്തേവനെ കൊല്ലും. ഈ നായിനെ ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ തോണി അല്ലേ വന്നിട്ട് ഇന്ന് വന്നേ. ആടെ പോയി എന്താ തീരുമാനിക്കേ? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എന്നെ കൊണ്ടാവില്ല ഇതൊന്നും കണ്ടുക്കാൻ. വിദ്യമോനെ, നിന്റെ നല്ല മനസ്സ്, പക്ഷെ ഈ നായിനെ നിങ്ങൾ പോയിക്കേ. ധനേഷ് ഇങ്ങ് വാ. അല്ല വിദ്യ, നമ്മെല്ലാം ചന്ദ്ര, നീ ഇടപെടരുത്. ഇവര് ഞാൻ അവിടെ പോയി കൊല്ലും. കണോ കണ ചെക്കനെ നോക്കണേ. കേറി 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 മാറി നിക്കടാ. ഇറങ്ങി എടാ, അവിടെ പോയി. നമ്മയല്ലേ പോണ്ട്. കണ 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 തോണി വേം വിടണേ. എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും ഭ്രാന്ത്. ഇനി എന്തിനാ ചെക്കനെ വെറുതെ അച്ഛന്? ഓന്റെ ബായി നിന്നാ ചോരെല്ലാം വരുന്നു. ചോരല്ലേ? ലക്ഷണം കണ്ട അക്കരെ പോയി പെണ്ണായിട്ടേ വരുള്ളൂ. ഇനി ആരാ ഫോണിൽ വിളിച്ചേ? വിളിച്ചതിന് അച്ഛൻ കണ്ട തുക്കുമാരാ ഇടപെട്ട ഐഡിയക്കാരാ വിളിച്ചത്. അന്നേരം കോള് വന്നിട്ടില്ലെങ്കിൽ ഒരു തോണി കയറും, അക്കരത്തെയും ചെയ്യും. ഇപ്പൊ നമ്മ കേറിയില്ലേ. ഏത് അപ്പൊ വെറുതെ വെച്ചാന്നല്ലേ? ഞാൻ വിചാരിച്ചു ശ്രീയേച്ചിയുടെ ഫോട്ടോക്ക് ലൈക്ക് അടിച്ചോണ്ടായിരിക്കുന്നു. അതിനുള്ളതല്ലേ പിന്നെ തരുന്നുണ്ട്. ഇതിപ്പോ കണ്ണന്റെ കല്യാണത്തിന് കേട്ടാ. കണ്ണാന്റെ കല്യാണത്തിനല്ലേതാ? അതിന് ഒരടിയല്ല, ഞാൻ 9 അടി ആ, അതാണ്. അതാ ആ കാണാണോ? ആ അന്നെ വീട് അങ്ങോട്ട് അടുപ്പിച്ചോ. ആ വെള്ളം കയറിയ പാഞ്ഞ് മുകളിൽ കയറിയിക്കാം. അവനെ പിടിച്ചോ, ഞാൻ വെള്ളത്തിലേക്കും വീഴണ്ട. ആ നോക്കിയാറോ. ബാക്കോലല്ല, ഫ്രണ്ടില് ഭയങ്കര ദാരിദ്ര്യം. ദാരിദ്ര്യാണ്. ഏതാ ദരിദ്രവാസി? രാമേട്ടാ, എന്തല്ല ഓമനെ ഇതാരല്ലോ വന്നിട്ട് പിരിവാറാണെന്ന് തോന്നുന്നു. പിരിവൊന്നല്ലപ്പാ, വേറൊരു കാര്യത്തിനാന്ന്. ഓമനേട്ടേ, ഇതാണോ കുഞ്ഞ്? അല്ലപ്പോ ഇതാര് സുധാകരനാ? നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയെല്ലാം അറിയാം. നമ്മളെ തിരക്ക് നിങ്ങൾക്ക് അറിയില്ലേ? വാ കേറ്, ഉള്ളിലിരിക്കാല. രാമേട്ട നമ്മളെ മനസ്സിലായില്ല. രാമോട്ടാ, നിങ്ങക്ക് മനസ്സിലായവനാ? അക്കരയിലത്തെ എരിഞ്ഞിട്ട് ശ്രീജനെ കഴിച്ചിട്ടേ ഓനാ. ചന്ദ്ര, ഓർ നമ്മളെ പറ്റിച്ചാന്ന് തോന്നല്ലോ. വിദ്യ ഐറ്റിങ്ങ മനഃപൂർവ്വം തോണി അക്കരയൊന്നും വിടാത്തായിരിക്കും കേട്ടോ. അമ്മ വെറുതെ ഇടിരുന്ന് വെയില് കൊള്ളണ. നിങ്ങൾ ടെൻഷൻ ആവണ്ടാന്ന്, ഇത് നടന്ന് കൂട്ടിയാ മതി കേട്ടോ. നിങ്ങ പെണ്ണിനോട് പോയി കുറച്ച് ചായ ഒക്കെ എടുത്ത് പെട്ടെന്ന് വരാൻ പറ. ഇത്രയും സമയം പെണ്ണ് കിടിയുണ്ടായി. ഇപ്പൊ അന്ന് അങ്ങോട്ട് ഇറങ്ങിനി ഷാനന്റെ വീട്ടിൽ ചുരിദാർ ഷേപ്പാക്കാൻ വേണ്ടിട്ട്. ഒരു കാര്യം ചെയ്യും, നിങ്ങ കേറിയിരിക്കും, ഞാൻ ഇപ്പൊ വരാം. നിങ്ങ ഒന്ന് ഇങ്ങോട്ട് വന്നേ. നിങ്ങ കേറിയിരിക്കും. നിങ്ങ ഇങ്ങോട്ട് വാ. നിങ്ങ വേഗം പോയിട്ട് ഓളെ കൂട്ടിട്ട് വാ. അപ്പളേക്ക് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കട്ടെ വരും. ഈ ഉച്ചക്ക കുളിക്കാൻ കൊടുക്കല് ചോറ് കൊടുത്താ മതി. അതിന് ഇന്നലത്തെ ഉണക്ക വറവേലില്ലു. അതിന് ഞാൻ നാക്കണ്ട്. ആ, നീ എന്തെങ്കിലും ആക്ക, ഞാൻ അവളെ കൂട്ടിട്ട് വരാം. ഞാൻ പോന്നു, നിങ്ങളാരും വരുന്ന? എന്നാ ഞാനുണ്ട്. പാടേന്ദ്ര, ഞാനും വാ, നമുക്ക് ഇനി വേറെ അടിയും പോയിട്ട് വെയിലുള്ള വാ. വലട്ടാ, ഓൻ എത്ര നേരം വേണമെങ്കിലും വെയിലുള്ളാലോ. ഓന്റെ കയ്യിൽ കൊടണ്ടല്ലോ. ഇതായിരിക്കും.
എന്റെ കണ്ണാ ഓളിപ്പോ വരും, അപ്പൊ കാണാലോ. നിക്കോ മിനിറ്റി, ഞാനും വരാം. കോയിനെ പിടിക്കാനല്ലോ ഒരു നാക്കുണ്ട്. പടാ കണ്ണാ, അതല്ലേ അല്ല ഭാസ്കര, നമ്മ കണ്ണന്റെ കല്യാണ നിശ്ചയത്തിന് കുറെ ആള് വിളിക്കുന്നുണ്ടാ. ഇനി പുല്ലിയൊന്നും കിട്ടൂല അല്ലേ? അതെന്താ കുഞ്ഞമ്പോട്ടെ നിങ്ങൾ അങ്ങനത്തെ വർത്താനം പറഞ്ഞത്? അല്ല, ആരോ പറഞ്ഞു കേട്ടിനി നിന്റെ പറാത്ത വഴിഞ്ഞാ ഇറക്കുന്നത്. നമ്മളെ വീട്ടിലൊരു കുഞ്ഞ് പറ്റിയിട്ടില്ലെങ്കിൽ അതിനപ്പം തന്നെ കൊണ്ടുപോയിട്ട് അറക്കല. അല്ലപ്പാ, ഞാനൊരു പയ്യരെ കാര്യല്ലേ ഭാസ്കര പറഞ്ഞു. എന്ന് വെച്ച് നിങ്ങളും കൂടെ അങ്ങനെ പറയല്ലേ കുഞ്ഞമ്പോട്ടെ. അമ്മിണി എനിക്ക് എന്റെ മോളെ പോലെ. ഞാൻ വേണ്ട. അല്ല നാരായണി, പയ്യനെയും കാണുന്നില്ലേ? ഇല്ലാന്ന്. രാവിലെ എണീക്കുമ്പോ തന്നെ ഓനെയും കാണുന്നില്ല, പയ്യനെയും കാണുന്നില്ല, ആല മാത്രം. പിന്നെ ഓന്റെ തലയിൽ 4 മുടിയേ ഇല്ലു. പിന്നെ അങ്ങനെ മുട്ടടിക്കല്, ബൈക്കാണെങ്കിൽ അതുമില്ല. തിരക്കില് തോന്നില്ലടാ. വിദ്യ, നീ വരുന്നില്ലേ? നല്ല ബിരിയാണി ഉണ്ടല്ലോ. അതെ, നിങ്ങൾ പോയിക്കോ, എനിക്ക് മനസ്സിലൊരു സുഖമില്ല. നീ എന്താ ചെറിയ പിള്ളേർ പോലെ? ഇതെല്ലാം നമ്മളെ ജീവിതത്തിന് ഭാഗമല്ലടാ. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല, അല്ലടാ? പിന്നല്ലാണ്ട്. നീ ഒരിക്കൽ വന്നേ. പ്രശ്നേട്ടി, നീ പോയിട്ട് വാടാ. പറഞ്ഞല്ല, അന്നത്തിന്റെ മുമ്പിൽ നമ്മ ബലം പിടിച്ചോട്ടാ. ബീഫാന്ന ചോറായി.